രാഷ്ട്രീയ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതിശക്തമായിട്ടുള്ള പ്രചാരണത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഓരോ മണ്ഡലങ്ങളിലേക്കുമുള്ള യാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിലേക്കാണ്. പാലക്കാടൻ കാറ്റിൽ ചുവപ്പുകൊടികൾ പാറുന്ന മണ്ണ്, വിപ്ലവ പാരമ്പര്യവും കാർഷിക സംസ്കൃതിയും ഇഴചേർന്ന തരൂർ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്ന തരൂരിൻ്റെ മനസ്സ് ഇത്തവണ എങ്ങോട്ടാണ്? സ്ഥാനാർത്ഥികളെ നോക്കാം. സിറ്റിംഗ് MLA PP സുമോദ് വികസന നേട്ടങ്ങളുമായി രണ്ടാം പോരാട്ടത്തിന് ഇറങ്ങിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് KC സുബ്രഹ്മണ്യനെ കളത്തിലിറക്കി ആധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF സർവ്വസന്നാഹങ്ങളുമായിട്ടുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സുരേഷ് ബാബുവിലൂടെ BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സിംഹാസനമാണ് തകർക്കുക എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് NDAയും അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 24,000-ലധികം വരുന്ന ഇടതുകോട്ടയിലെ വിള്ളൽ കണ്ടെത്താൻ ഇത്തവണ UDFന് കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. LDFന് വേണ്ടി PP സുമോദ് CPIM സ്ഥാനാർത്ഥി. അത് സംവരണ മണ്ഡലമാണ് തരൂർ എന്നുള്ള കാര്യം മറക്കുകയും ചെയ്യരുത്. UDFന് വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള KC സുബ്രഹ്മണ്യനാണ് അവിടെ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDAക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ബാബുവും അതിശക്തമായിട്ടുള്ള പ്രചാരണം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ അടിയുറച്ച കോട്ടകളിലൊന്നായ തരൂർ എന്ന സംവരണ മണ്ഡലം ഇത്തവണയും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വേദിയായിക്കൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രി AK ബാലൻ്റെ പിൻഗാമിയായി എത്തിയ PP സുമോദ് തൻ്റെ രണ്ടാം അംഗത്തിന് ഇങ്ങനെ കച്ചകെട്ടി എല്ലാ ഇടങ്ങളിലും ജനങ്ങൾക്കൊപ്പം ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ KC സുബ്രഹ്മണ്യത്തിലൂടെ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിക്കൊണ്ട് UDFും സുരേഷ് ബാബുവിലൂടെ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി BJPയും കച്ചമുറുക്കിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില നിരീക്ഷണങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. 2011 മുതൽ ഇടതുപക്ഷത്തിന് 20,000-ന് മുകളിൽ സ്ഥിരമായ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. AK ബാലന് ശേഷം PP സുമോദ് എത്തിയപ്പോഴും ആ ഭൂരിപക്ഷത്തിന് തരൂരിൽ ഇടിവ് സംഭവിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. UDFിൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇത്തവണ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും എന്നത് ഒരു സംശയമില്ല. പ്രചാരണത്തിൽ ആ പുതിയ തന്ത്രങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓരോ സ്ഥാനാർത്ഥിയെ നമ്മൾക്ക് ഇനി വിശകലനം ചെയ്യാം. തരൂരിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CPIM നേതാവ് PP സുമോദിൻ്റെ ശക്തി എന്ന് പറയുന്നത് സിറ്റിംഗ് MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്. യുവജന സംഘടനകളിലൂടെയുള്ള ശക്തമായിട്ടുള്ള ജനകീയ ബന്ധമാണ്. CPIMൻ്റെ അടിയുറച്ച കേഡർ വോട്ടുകളുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒപ്പം കാർഷിക മേഖലയിലെ ചില പ്രാദേശികമായിട്ടുള്ള പരാതികളൊക്കെ പ്രതിപക്ഷം പല സന്ദർഭങ്ങളിലും ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള KC സുബ്രഹ്മണ്യനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വിശ്വസ്തനായിട്ടുള്ള മുഖം എന്നുള്ള നിലയ്ക്കാണ്. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനം പ്രധാനപ്പെട്ടതാണ്. ഇടതുപക്ഷത്തിൻ്റെ കോട്ട പുലർത്താൻ കഴിയുന്ന സംഘാടകൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ശക്തി ആ രീതിയിൽ തിരിച്ചറിയപ്പെടുന്നുണ്ട്. പക്ഷേ ചില വെല്ലുവിളികളുണ്ട്. 24,000 വോട്ടിൻ്റെ പടുകൂറ്റൻ വിടവ് നികത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ട് വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. NDAയുടെ സുരേഷ് ബാബുവിനെ സംബന്ധിച്ചിട്ട് BJP സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മണ്ഡലത്തിലെ BJPയുടെ സ്ഥിരമായിട്ടുള്ള വോട്ട് ബാങ്കാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റെല്ലാ BJP സ്ഥാനാർത്ഥികളെയും പോലെ. പക്ഷേ പ്രധാനപ്പെട്ട പോരാട്ടം LDFും UDFും തമ്മിലാകുമ്പോൾ 3-ാം സ്ഥാനത്ത് നിന്ന് വോട്ട് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അത് പ്രയാസകരമാണ് എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളോടുള്ള ചോദ്യങ്ങൾ ഇതാണ്. LDFിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് തരൂർ എന്ന് പറയുന്നത് ചുവപ്പിൻ്റെ കുത്തകയാണ് എന്ന് PP സുമോദ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പ്രചാരണ വേളയിലുടനീളം ജനങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂർ എന്ന് പറയുന്നത് ചുവപ്പിൻ്റെ കുത്തക തന്നെയാണ് എന്ന് ആവർത്തിച്ച് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടർമാർ വികസനം ആഗ്രഹിക്കുമ്പോൾ വെറും രാഷ്ട്രീയ പാരമ്പര്യം മാത്രം മതിയോ വിജയിക്കാൻ എന്നുള്ള ചോദ്യം വരുന്നു. UDFിനോട് ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് 24,000 വോട്ടിൻ്റെ വിടവുണ്ട്. ആ വിടവ് നികത്താൻ KC സുബ്രഹ്മണ്യന് എന്ത് മാന്ത്രിക വടിയാണ് കയ്യിലുള്ളത്? ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ UDFന് തരൂർ വെറും ഒരു മത്സരവേദി മാത്രമായി തീരുകയാണ് എന്നുള്ള സംശയം ഉയർന്നിരുന്നു. അതിനുള്ള ഉത്തരങ്ങളുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? NDAയോടുള്ള ചോദ്യം എന്ന് പറയുന്നത് തരൂർ BJPക്ക് അവിടെ വോട്ടുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് എങ്കിൽ തന്നെയും ജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സുരേഷ് ബാബുവിലൂടെ ഇത്തവണയെങ്കിലും അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ പ്രചാരണ വേളയിൽ ഉയരുകയുണ്ടായി. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള തരൂരിലെ വിഷയമെന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങളാണ്, പ്രാദേശികമായ ചർച്ചാ വിഷയങ്ങളാണ്. അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. നെൽകർഷകർ നേരിടുന്ന സംഭരണ പ്രതിസന്ധിയുണ്ട്. നെല്ലിൻ്റെ വില ലഭ്യമാക്കുന്നതിലെ കാലതാമസം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. തരൂരിലെ പല ഭാഗങ്ങളിലും ഈ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ ശുദ്ധജലക്ഷാമം പ്രധാനപ്പെട്ടതാണ്.
വോട്ടർമാരുടെ മുമ്പിലേക്ക് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ശുദ്ധജല ക്ഷാമവുമായി ബന്ധപ്പെട്ട പരാതികൾ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിലേക്ക് വരികയാണെങ്കിൽ മണ്ഡലത്തിലെ പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണവും വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവവും ഒക്കെ അവർ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. തരൂർ എന്ന മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുമ്പോൾ വികസന മുരടിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ആ വികസന മുരടിപ്പിന് കാരണമാവുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ഞെരുക്കം കൊണ്ടാണ്, ഞെരുക്കിപ്പിടിക്കൽ കൊണ്ടാണ്, അതല്ല സർക്കാരിൻ്റെ അവഗണനയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിലെ മെല്ലപ്പോക്ക് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ തരൂരിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ജനം ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങൾ നൽകുമ്പോഴും ജനം ആണ് അത് യഥാർത്ഥത്തിലുള്ള വോട്ടിലൂടെ ഉത്തരം നൽകേണ്ടത്. അത് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം.